അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ജി ശങ്കരക്കുറുപ്പിൻ്റെ എൻ്റെ വേളി എന്ന കവിത ഇനി പഠിക്കാം. ജി ശങ്കരക്കുറുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 1901 അദ്ദേഹത്തിൻ്റെ ജനനം. അങ്കമാലിക്കടുത്ത് നായത്തോട് എന്ന സ്ഥലത്താണ് ജി ശങ്കരക്കുറുപ്പ് ജനിച്ചത്. അദ്ദേഹം സ്കൂളിലും അധ്യാപകനായിരുന്നു, കോളേജിലും അധ്യാപകനായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു സാക്ഷാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. നമ്മുടെ ആധുനിക മലയാള കവികളുടെ കൂട്ടത്തിൽ ജ്യേഷ്ഠസ്ഥാനീയനായി ആദരിക്കപ്പെടുന്ന കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഇത്രയേറെ രൂക്ഷ വിമർശന വിധേയനായ വേറൊരു കവി മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന പുസ്തകം എഴുതിയത് സാക്ഷാൽ സുകുമാർ അഴീക്കോടാണ്. മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഖണ്ഡന വിമർശന കൃതിയാണത്. ശങ്കരക്കുറുപ്പിനെ ഒരു കവി എന്നുള്ള നിലയിൽ രൂക്ഷമായി വിമർശിക്കുന്ന കൃതിയാണ് സുകുമാർ അഴീക്കോട് രചിച്ച ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന പുസ്തകം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളത്തിൽ ഇത്രത്തോളം രൂക്ഷ വിമർശനത്തിന് വിധേയനായ വേറൊരു കവി ഇല്ലെന്ന് തന്നെ പറയാം. ജിയുടെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പ്രകൃതിയും പ്രേമവും ലയിച്ചു ചേർന്ന അനുഭൂതി സമ്പത്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളുടെ ചൈതന്യം എന്ന് പറയാവുന്നത്. ക്രമേണ അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക് ദേശാഭിമാനം കടന്നു വന്നു. ദേശാഭിമാനം അദ്ദേഹത്തിൻ്റെ കവിതാ കൗതുകത്തെ സ്വാധീനിച്ചു തുടങ്ങി. സാഹിത്യ കൗതുകം എന്ന സാഹിത്യ കൗതുകം 1-ാം ഭാഗം പ്രസിദ്ധീകരിച്ചതോടെ ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ കാൽപ്പനികതയുടെ ഒരു പുതുപ്പിറവി കണ്ടു തുടങ്ങുന്നു. ആശാനേക്കാളേറെ ഉള്ളൂരും വള്ളത്തോളുമാണ് ജി ശങ്കരക്കുറുപ്പിനെ സ്വാധീനിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള കവിതകൾ വ്യക്തമാക്കുന്നു. എന്നാൽ വള്ളത്തോളിൻ്റെ കവിതയിലെ ഭാവസുന്ദരമായ ഒരു രചനാരീതിയല്ല ഉള്ളൂർ കവിതയുടെ ഒരു സ്വഭാവമാണ് ജി ശങ്കരക്കുറുപ്പ് പിന്തുടർന്നത്. ഉള്ളൂർ കവിതയിൽ കുറച്ചുകൂടെ നിഗൂഹനം ചെയ്തേക്കുന്ന, ഉള്ളടങ്ങിയിരിക്കുന്ന, അത്ര വ്യക്തമല്ലാത്ത തരത്തിലുള്ള ഒരു തരം രചനാരീതിയാണ് ഉള്ളൂർ പിന്തുടർന്നത്. അതുതന്നെയാണ് ജി ശങ്കരക്കുറുപ്പിനെ ആകർഷിച്ചത്. അല്ലാതെ വള്ളത്തോൾ കവിതയിലെ ലളിതസുന്ദരമായ രചനാരീതി അല്ല ജി ശങ്കരക്കുറുപ്പിനെ ആകർഷിച്ചത്. പ്രകൃതിയുമായിട്ടുള്ള ഒരു ഐക്യത്തിലൂടെ പ്രകൃതിക്ക് പിന്നിലുള്ള പരമചൈതന്യത്തോട് തോന്നിയ ഒരു ആഭിമുഖ്യം തൻ്റെ കവിതയുടെ അന്തർഭാവമാക്കി മാറ്റാൻ ജി ശ്രമിച്ചു തുടങ്ങി. ക്രമേണ അങ്ങനെ ജി ശങ്കരക്കുറുപ്പ് ക്രമേണ മിസ്റ്റിസിസത്തിൻ്റെയും സിംബോളിസത്തിൻ്റെയും സ്വഭാവം അദ്ദേഹത്തിൻ്റെ കവിതയിൽ കലർത്തി തുടങ്ങി. അത് ഈ പ്രകൃതിയോടുള്ള പ്രേമം, വിശ്വ ചൈതന്യത്തോടുള്ള പ്രേമം, അതൊക്കെ തൻ്റെ കവിതയുടെ അന്തർഭാവമാക്കി മാറ്റുകയും മിസ്റ്റിസിസത്തിൻ്റെയും സിംബോളിസത്തിൻ്റെയും സ്വഭാവം സ്വന്തം കവിതയിൽ കലർത്തുകയും ചെയ്തു തുടങ്ങി ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിൽ ആ പ്രകൃതി പ്രേമം പിന്നീട് വളരെ വ്യക്തമായിട്ട് വരുന്നത് കാണാം. നീരന്ധ്ര നീലജലത പലകപ്പുറത്ത് വാരഞ്ചിടുന്ന വളർവില്ലു വരച്ചു മാറ്റും, നേരറ്റ കൈവളകളാൽ ചില മിന്നൽ ചേർത്തും പാരം ലസിക്കും അമല പ്രകൃതിക്ക് പൂപ്പാവും എന്നൊക്കെ എഴുതുന്ന ജിയിൽ പ്രകൃതിപ്രേമവും വിശ്വപ്രേമവും ലയിച്ചു നിൽക്കുന്നത് കാണാം. ഒപ്പം ഉള്ളൂർ കവിതയിൽ നിന്നും സ്വായത്തമാക്കിയ ഗഹനമായ ആശയലോകവും ജിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാം. വള്ളത്തോളിൻ്റെ അകൃത്രിമമായ രചനാരീതിയോ ലളിതമായ കാവ്യസമ്പ്രദായമോ അല്ല ജിയെ സ്വാധീനിച്ചത്. ഉള്ളൂർ കവിതയുടെ സ്വഭാവമാണ് സ്വാധീനിച്ചത്. അതോടൊപ്പം പ്രകൃതിപ്രേമവും
വിശ്വചൈതന്യത്തോടുള്ള പ്രേമവും ജിയുടെ കവിതയിൽ ലയിച്ചു ചേർന്നു. മിസ്റ്റിസിസവും സിംബോളിസവും ജിയുടെ കവിതയുടെ പ്രധാന സ്വഭാവമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ജിയുടെ കവിതയിലെ ആ പ്രകൃതി പ്രേമം വിശ്വദർശനം എന്ന കവിതയിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അതിൻ്റെ അങ്ങേയറ്റമെത്തുന്നത് കാണാം. ജിയുടെ കൃതികളിൽ പ്രധാനപ്പെട്ടത് സാഹിത്യ കൗതുകം, 4 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ച സാഹിത്യ കൗതുകം, ഓടക്കുഴൽ, പാഥേയം, അന്തർദാഹം, ചെങ്കതിരുകൾ, നിമിഷം, പഥികൻ്റെ പാട്ട്, വിശ്വദർശനം, മധുരം സൗമ്യം ദീപ്തം, ജീവന സംഗീതം, സൂര്യകാന്തി തുടങ്ങി 20ലേറെ കവിതാ സമാഹാരങ്ങൾ ജി ശങ്കരക്കുറുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ തർജ്ജമകളും ബാലകവിതകളും ലേഖനങ്ങളും വേറെയുമുണ്ട്. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്കെല്ലാം തൻ്റെ കവിപ്രതിഭ വ്യാപരിപ്പിക്കാൻ ജി ശ്രമിച്ചിട്ടുണ്ട്. ആധുനിക മലയാള കവിത്രയത്തിന് ശേഷം മലയാള കവിതയുടെ നേതൃസ്ഥാനം സ്വാഭാവികമായി ജിക്കാണ് കൈവന്നത്. കവി തികച്ചും സ്വതന്ത്രനായിരിക്കണമെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. ടാഗോർ കവിതകളുമായിട്ടുള്ള നിരന്തര സമ്പർക്കമാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിലെ മിസ്റ്റിക് സിംബോളിക് പ്രവണതകൾ വളർത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, മിസ്റ്റിസിസത്തിൻ്റെയും സിംബോളിസത്തിൻ്റെയും സ്വഭാവം ഏറ്റവും കൂടുതൽ ഉള്ള കവിതയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റേത്. നമുക്ക് പഠിക്കാനുള്ള എൻ്റെ വേളി എന്നുള്ള കവിത ഒരു സിംബോളിക് കവിതയാണ്, പ്രതീകാത്മക കവിതയാണ്. മിസ്റ്റിസിസം ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ തൊട്ടു മുമ്പ് ഉദ്ധരിച്ച 4 വരി, വിശ്വദർശനം എന്ന കവിതയിലെ വരികൾ ശ്രദ്ധിച്ചറിയാം. പ്രകൃതിയുടെ മുന്നിൽ അന്തം വിട്ടു നിൽക്കുന്ന കവി, വിശ്വചൈതന്യത്തിൻ്റെ മുന്നിൽ വിനീതനായി നിൽക്കുന്ന കവി, അപ്രമേയമായ പറഞ്ഞു ഫലിപ്പിക്കാനാവാത്തത്ര അപാര ചൈതന്യം ഉള്ള പ്രകൃതിയുടെ മുന്നിൽ വിനീതനായി നമസ്കരിച്ച് നിൽക്കുന്ന, അതിശയിച്ച് നിൽക്കുന്ന കവി. ഇതൊക്കെ ഒരു മിസ്റ്റിക് സ്വഭാവം അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് നൽകി. സിംബോളിക് സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ പ്രതീകാത്മക സ്വഭാവം എന്നർത്ഥം. എൻ്റെ വേളി എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മലയാള കവിത കണ്ട മികച്ച സിംബോളിക് കവിതകളിൽ ഒന്നാണ്, പ്രതീകാത്മക കവിതകളിൽ ഒന്നാണ്. അതേപ്പറ്റി ഞാൻ തുടർന്ന് പറയാം. ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ കവിതയുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിലെ മിസ്റ്റിസിസവും സിംബോളിസവും എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ടാഗോർ കവിതകളുമായുള്ള നിരന്തര സമ്പർക്കമാണ് ജിയുടെ കവിതകളിലെ മിസ്റ്റിക് സിംബോളിക് സ്വഭാവം സൃഷ്ടിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ടാഗോറിൻ്റെ ഗീതാഞ്ജലി ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്തരം കവിതകൾ, ഈ മിസ്റ്റിക് സ്വഭാവമുള്ള കവിതകൾ, സിംബോളിക് സ്വഭാവമുള്ള കവിതകൾ, അത് സാധാരണ വായനക്കാരന്, സാധാരണ ആസ്വാദകന് അപ്രാപ്യമാണ്, പെട്ടെന്ന് പിടികിട്ടത്തില്ല. സാധാരണ വായനക്കാരുടെ ചിന്താശക്തിക്കും ആസ്വാദനത്തിനും അതീതമാണ് ഇത്തരം കവിതകൾ. അന്നേരമാണ് ജി ശങ്കരക്കുറുപ്പ് രൂക്ഷമായ വിമർശനത്തിന് പാത്രമായത്. നിമിഷം എന്നുള്ള കവിത, എൻ്റെ വേളി, ഇങ്ങനെയൊക്കെയുള്ള പ്രതീകാത്മക കവിതകൾ, സിംബോളിക് കവിതകൾ അഗാധമായ ആശയതലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ആ അഗാധമായ ആശയതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരം കവിതകൾ രചിച്ചപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഭാഷയും അദ്ദേഹം ഉപയോഗിച്ചു. അപ്പോൾ അത് സാധാരണ വായനക്കാരന് അപ്രാപ്യമായി മാറി. അതേസമയം തന്നെ വളരെ ഗഹനമായി കവിതയെ കാണുന്ന ആസ്വാദകരുടെ കൂട്ടത്തിൽ ജി പ്രാമാണികനായി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത് മാത്രമല്ല, ജി ശങ്കരക്കുറുപ്പ് വിപ്ലവ കവിതകളും എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. നാളെ എന്ന് പറയുന്ന പ്രശസ്തമായ കവിത 1937
എഴുതിയതാണ്. 1937 തന്നെയാണ് ചങ്ങമ്പുഴ വാഴക്കുല എന്ന് പറയുന്ന കവിത എഴുതിയത്. അപ്പോൾ അതേ വർഷം തന്നെ പുറത്തു വന്ന നാളെ എന്ന കവിത വിപ്ലവാശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതയാണ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പ് പറയുന്നത്, വെമ്പുക വിളറുക വിറകൊള്ളുക നോക്കൂ നിൻ പുരോഭാഗത്തത ധീര തേജസാം നാളെ. ഇത് ഈ നാട്ടിലെ ഉപരിവർഗക്കാരോടുള്ള ജി ശങ്കരക്കുറുപ്പിൻ്റെ താക്കീതാണ്. ദാ നിൻ്റെ പുരോഭാഗത്ത് നാളെ വന്നു നിൽക്കുന്നു, പുതിയൊരു നാളെ, കർഷകൻ്റെ നാളെ, സാധാരണക്കാരൻ്റെ നാളെ. നിങ്ങളുടെ ഈ ഫ്യൂഡൽ പ്രഭുത്വം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ പുലരിയുമായി നാളെ വന്നു നിൽക്കുന്നു എന്ന് പറയുന്ന നാളെ എന്ന കവിത ജിയുടെ പുരോഗമനപരമായ ചിന്താഗതികൾ പ്രകടിപ്പിക്കുന്ന കവിതയാണ്. അപ്പോൾ ഇനി ജി ശങ്കരക്കുറുപ്പിൻ്റെ മറ്റൊരു വീക്ഷണം പറയുകയാണെങ്കിൽ, ജി ശങ്കരക്കുറുപ്പ് പൂർണ്ണമായും ഭൗതിക ജീവിതത്തെ മാത്രം ഒരു കവി ആയിരുന്നില്ല. ജിയുടെ കവിതയിൽ ആത്മീയ സത്തയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിശ്വപ്രകൃതിയുടെ മുന്നിൽ വിനീതനായി നിൽക്കുന്ന ഒരു കവിയാണ് ജി. അപ്രമേയമായ വിശ്വപ്രകൃതിയെ കൈകൂപ്പുന്ന കവിയാണ് ജിയുടെ കവിതയിൽ അഭൗതികമായ ഒരു സ്വഭാവം ജിയുടെ കവിതയിൽ ഉണ്ട് എന്ന് ഓർക്കുക. ഇനി വേറൊരു കാര്യം പറയാവുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയുടെ കവിത ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ജിയുടെ കവിമനസ്സിൻ്റെ ആഴങ്ങളിൽ സ്പന്ദിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ആത്മീയ ചൈതന്യമാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് കൂടിയാണ് ജിയെ ഒരു സിംബോളിക് കവി അല്ലെങ്കിൽ പ്രതീകാത്മക കവി എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന എൻ്റെ വേളി എന്ന കവിത ഒരു പ്രതീകാത്മക കവിതയാണെന്ന് ഞാൻ പറഞ്ഞു. ആ കവിതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൃത്യുബോധമാണ്, മരണചിന്തയാണ്. മൃത്യുബോധമാണ് ആ കവിതയുടെ, എൻ്റെ വേളി എന്ന കവിതയുടെ അടിസ്ഥാന സ്വഭാവം. ഈ മൃത്യുബോധം ഒരു നിഴല് പോലെ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ എമ്പാടും പടർന്നു കിടക്കുന്നത് കാണാം. അത് ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയുടെ ഒരു സ്വഭാവമാണ്. എങ്കിൽ പോലും ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയെ ഒറ്റ വാക്കിൽ നിർവചിക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച നിർവചനം ഒറ്റ വാക്കിൽ ഇതാണ്: വെളിച്ചത്തിലേക്ക്. ആ ഒറ്റ വാക്കിൽ ജിയുടെ കവിതയെ നമുക്ക് സംഗ്രഹിക്കാം. വെളിച്ചത്തിലേക്ക്. ഇതാണ് ജിയുടെ ജീവിത ദർശനം. ജി ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹിത്യ പുരസ്കാരം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണെന്ന് നിങ്ങൾക്കറിയാം. അത് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ഏർപ്പെടുത്തിയപ്പോൾ 1966 ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാസമാഹാരമാണ്. പ്രൊഫസർ എസ് ഗുപ്തൻ നായരാണ് ഓടക്കുഴലിൻ്റെ ആ കൃതിയുടെ അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭാരതീയ ജ്ഞാനപീഠം ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണെന്ന് ഓർക്കുക. അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു, MP ആയിരുന്നു. പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. 1978 ജി ശങ്കരക്കുറുപ്പ് അന്തരിക്കുന്നത്. നമുക്കിനി ജി ശങ്കരക്കുറുപ്പിൻ്റെ വേളി, എൻ്റെ വേളി എന്ന കവിതയിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, ജി ഒരു മിസ്റ്റിക് കവിയാണ്, സിംബോളിക്
കവിയാണ് എന്ന് ഞാൻ പറഞ്ഞു. മിസ്റ്റിസിസവും അപരിമേയതയും പ്രതീകാത്മകതയും, മിസ്റ്റിസിസവും സിംബോളിസവും ജിയുടെ കവിതയിലെ മുഖ്യ പ്രവണതകളാണ് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ജിയുടെ കവിതയെ സാമാന്യ വായനക്കാരിൽ നിന്നും അന്യമാക്കിയത് എന്നും ഞാൻ പറഞ്ഞു. നല്ല കാവ്യ പരിശീലനം ലഭിച്ച വായനക്കാരന് മാത്രമേ ജിയുടെ കവിത ആസ്വദിക്കാൻ കഴിയൂ. സാധാരണ വായനക്കാരന് വേണ്ടിയുള്ളതല്ല അത്. അതുകൊണ്ടാണ് ജിയുടെ കവിത ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രതീകാത്മക സ്വഭാവം, സിംബോളിക് സ്വഭാവം ജിയുടെ കവിത ഉടനീളം പുലർത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ജിയുടെ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ വോയിസ് ക്ലിപ്പിൽ ഞാൻ പറഞ്ഞതാണ്, മൃത്യുബോധം. ജിയുടെ കവിതയിലെ അന്തർധാരയാണ് ഈ മരണബോധം, മൃത്യുബോധം. മൃത്യുബോധം പ്രകടിപ്പിക്കുന്ന ഒരുപാട് കവിതകളുണ്ട് ജിയുടെ കാവ്യലോകത്ത്. നിങ്ങൾക്കറിയാവുന്ന പ്രശസ്തമായ ആ കവിത ഞാൻ പറയാം, ഇന്നു ഞാൻ നാളെ നീ. അത് ജിയുടെ കവിതകളുടെ കൂട്ടത്തിൽ വളരെ വ്യക്തമായി തന്നെ മൃത്യുബോധം പ്രകടിപ്പിക്കുന്ന കവിതയാണ്. അപ്പോൾ ആ കവിത വായിക്കുമ്പോൾ മരണത്തിൻ്റെ വല്ലാത്ത ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിശ്വസ്തയായ വല്ലഭയുടെ ഭാര്യയുടെ നെഞ്ചിടിപ്പല്ലാതെ വേറെ വാദ്യമില്ല. കരയുന്ന കുഞ്ഞിൻ്റെ കണ്ണുനീർ തുള്ളികൾ ഒഴികെ മറ്റ് പൂവർഷങ്ങളില്ല. ഇങ്ങനെ അങ്ങേയറ്റം ഭീകരമായൊരു അന്തരീക്ഷത്തിൽ, അങ്ങേയറ്റം മൗനമുദ്രിതമായൊരു അന്തരീക്ഷത്തിൽ ആ മരണദൃശ്യം കാട്ടിത്തരികയാണ് ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയിൽ ജി. പക്ഷേ എൻ്റെ വേളി എന്ന കവിത, ആ കവിതയുടെ പേര് കേൾക്കുമ്പോഴോ ആ കവിത ഒരു വട്ടം ഓടിച്ചൊന്ന് വായിക്കുമ്പോഴോ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരത്തില്ല ഇതിൽ മരണമുണ്ടെന്ന്. പക്ഷേ ഈ കവിത മരണാഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന കവിതയാണ്. ഈ കവിത മരണത്തെ സിംബോളിക്കായിട്ട്, പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്ന കവിതയാണ്. എൻ്റെ വേളി എന്ന് പറയുമ്പോൾ വിവാഹം എന്നർത്ഥം. ആരാണ് വധു, ആരാണ് വരൻ? ഈ ജന്മഗേഹം എന്ന് വെച്ചാൽ ജനിച്ച വീട് എന്നീ കവിതയിൽ പറയുന്നത് ഈ ലോകമാണ്. എങ്ങോട്ടാണ് പോകുന്നത് വിവാഹം കഴിച്ച്? ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. ഭർതൃഗേഹം എന്ന് പറയുന്നതോ ആ മരണശേഷമുള്ള ലോകമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ജന്മഗേഹം എന്ന് പറയുന്നത് ഈ കവിതയിൽ ഈ ലോകവും, ഭർതൃഗൃഹം എന്ന് പറയുന്നത് ആ ലോകവുമാണ്. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ വേളി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് പോകുന്നത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എന്നുള്ള അർത്ഥമാണ് നമുക്ക് ആദ്യം തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഓർക്കുക, എൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ വീട് ഈ ലോകമാണ്, ഭർത്താവിൻ്റെ വീട് ആ ലോകമാണ്. അതായത് മരണമാണ്. വിവാഹം മരണമാണ്. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നത് മരണം തന്നെയാണ്. മൃത്യുവിൻ്റെ കരങ്ങളിലേക്കാണ് പോകുന്നത്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, ഭർതൃഗേഹത്തിലേക്ക്. ആരാണ് പോകുന്നത്? ഈ വധു. വധു എന്ന് പറയുന്നത് ഈ ജീവിതമാണ്. അപ്പോൾ എൻ്റെ വേളി മരണബോധം പുലർത്തുന്ന പ്രതീകാത്മക കവിതയാണെന്നർത്ഥം. അപ്പോൾ ഈ കവിത വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ജരാനരകൾ ബാധിച്ച ജീവിതത്തെയാണോ വധുവാക്കി സങ്കല്പിക്കുന്നത് എന്ന് തോന്നാം. കാരണം ഈ കവിതയിലെ രണ്ടാമത്തെ വരി നോക്കുക, കാലമൻ ശിരസിങ്കലണീക്കയായി മുല്ലമാല. എന്നുവെച്ചാൽ നര ബാധിച്ച ജീവിതമാണ്. കാലമൻ ശിരസിങ്കലണീക്കയായി മുല്ലമാല എന്ന് പറയുമ്പോൾ നരച്ചിരിക്കുന്നു. ഭാലത്തിൽ ചേർത്തു കഴിഞ്ഞു വരക്കുറി. നെറ്റിയിലെ ചുളിവുകൾ ആ വരക്കുറിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. മുടിയിലണിഞ്ഞ മുല്ലമാല നരച്ച മുടി ഇഴകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം കാലമൻ ശിരസിങ്കലണീക്കയായി മുല്ലമാല ഭാലത്തിൽ എന്ന് വെച്ചാൽ നെറ്റിത്തടത്തിൽ ചേർത്തു കഴിഞ്ഞു വരക്കുറി. ജരാനരകൾ ബാധിച്ച ജീവിതത്തെയാണ് ഇവിടെ വധുവാക്കി കൽപ്പിക്കുന്നത്. പക്ഷേ കവിത വായിക്കുമ്പോൾ
ഈ ജരാനരകൾ ബാധിച്ച ജീവിതത്തെയാണ് വധുവാക്കി കൽപ്പിക്കുന്നതെന്ന് നമുക്കൊരു ആ ചിന്തയിൽ, ആ കൽപ്പനയിൽ ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം അത്രത്തോളം തീവ്രമായിട്ട്, അത്രത്തോളം ഊഷ്മളമായിട്ട്, അത്രത്തോളം പ്രതീകാത്മകമായിട്ടാണ് അദ്ദേഹം ആ കവിത രചിച്ചിരിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും, ആ കൽപ്പനയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല. ജരാനരകൾ ബാധിച്ച ജീവിതത്തെയാണോ വധുവാക്കി സങ്കല്പിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു സംശയം പോലും നമുക്ക് തോന്നാത്ത രീതിയിൽ അത്രയും കൈയടക്കത്തോടെയാണ് എൻ്റെ വേളി എന്ന മൃത്യുബോധം നിറഞ്ഞു നിൽക്കുന്ന കവിത ജി ശങ്കരക്കുറുപ്പ് രചിച്ചത്. ഏതായാലും ആ കവിതയൊന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കുക. കവിത ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ആ കവിതയൊന്ന് ഓടിച്ചു നോക്കുക. ഒരുപാട് ഗഹനതയിലേക്ക് ഒന്നും സത്യത്തിൽ കവി പോകുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് മാത്രമാണ് ഈ കവിതയുടെ ആശയം. മരണം എന്ന് പറയുന്നത് പതിയാണ്, വെച്ചാൽ ഭർത്താവാണ്. ജീവിതം വധുവാണ്. ഈ വധു മരണമാകുന്ന വരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മരണമുഹൂർത്തമാണ്. അതാണ് എൻ്റെ വേളി. കവിത നോക്കുക. വന്നടുത്തെന്നോ വേളി മുഹൂർത്തം, പിടയ്ക്കായക സന്നമാം ഹൃദന്തമേ ശാന്തമായിരുന്നാലും. ഇവിടെ വേളി മുഹൂർത്തം എന്ന് പറയുന്നത് മരണമുഹൂർത്തമാണ്. നീ പിടയ്ക്കാതിരിക്കൂ മനസ്സേ, വേളി മുഹൂർത്തം വന്നെടുത്തു പോയി. കാലമൻ ശിരസിങ്കൽ അണിയിക്കയായി മുല്ലമാല, ഭാലത്തിൽ ചേർത്തു കഴിഞ്ഞു വരക്കുറി. മരണത്തിന് സന്നദ്ധമാവുന്ന രീതിയിൽ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞു, നരച്ചു കഴിഞ്ഞു, ജരാനരകൾ ബാധിച്ചു കഴിഞ്ഞു. വരൻ മാത്രം ആസന്നമായിപ്പോയി വരണം, സനാതന നിയമം ലംഘിക്കാമോ? മരണം എന്ന് പറയുന്നത് ആർക്കും ലംഘിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. ആ മരണമാകുന്ന വരൻ, ഭർത്താവ് വന്നെത്താറായി. എൻ്റെ വിവാഹം കഴിയാറായി. എൻ്റെ മരണമുഹൂർത്തമായി. ഞാൻ ഭർതൃഗ്രഹത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. വിറച്ചുപോം ലോകം നാമമാത്രത്താൽ, ഞാൻ ആ ജീവിതേശനെപ്പറ്റി കേട്ടിരിക്കുന്നു പണ്ടേ. അർത്ഥം പറയേണ്ട കാര്യമില്ല. ഒരേ ആശയം തന്നെ. ഈ മരണത്തിൻ്റെ വ്യത്യസ്തമായ ഓരോരോ അനുഭവങ്ങളാണ് കവി തുടർന്നുള്ള വരികളിൽ പങ്കുവയ്ക്കുന്നത്. വേറെ പുതിയ ആശയങ്ങളൊന്നും പറയുന്നില്ല. ഏതായാലും നിൻ്റെ ഈ ഭർത്താവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകം വിറച്ചു പോകും. മരണം എന്ന പേര് എൻ്റെ ജീവിതേശ്വരനാണ്, ഞാൻ പണ്ടേ കേട്ടിരിക്കുന്നു. ഭൂവിൽ അദ്ദേഹം നീട്ടും കൈ തട്ടി നീക്കാനില്ല ജീവിതം, തതിച്ഛയ്ക്ക് തലചായ്ക്കാനേ പറ്റൂ. അദ്ദേഹം നീട്ടുന്ന കൈ തട്ടി മാറ്റാനൊന്നും ഞാൻ ആളല്ല. അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങാനേ പറ്റൂ. അത് പ്രകൃതി നിയമമാണ്. ഈ വിവാഹം എന്ന് പറയുന്നത് മരണമാണ്. അത് പ്രകൃതി നിയമമാണ്. അതനുസരിക്കേണ്ടതാണ്. വന്നെത്തിക്കഴിഞ്ഞു അദ്ദേഹം. ആ മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. ആ വിവാഹ മുഹൂർത്തം അത് മരണമുഹൂർത്തമാണെന്ന് ഓർക്കുക. കാമത്തിന് അലംഭാവമില്ലെന്നോ തൽ സന്ദേശ സ്തോമത്തെ എത്തിക്കുന്ന രാപ്പകൽ പിറാവുകൾ വാനിലെപ്പോഴും കാണാം സഞ്ചരിപ്പതായിട്ട്. ഞാൻ ഇവറ്റയെ ബന്ധിച്ചിടുവാൻ ആശിക്കുന്നു. പലരെ പാണിഗ്രഹം ചെയ്തിരിക്കുന്നു പണ്ടേ, പല മന്ദിരത്തിലും ഇപ്പോഴും നടക്കുന്നു. എൻ്റെ ജീവിതേശൻ മരണം എന്നെ മാത്രമല്ല പാണിഗ്രഹണം ചെയ്തിട്ടുള്ളത്, പലരെ പാണിഗ്രഹണം ചെയ്ത വരനാണ് അദ്ദേഹം. പതിഗേഹത്തെ പൂകാൻ യാത്രയാകലും ബന്ധുതതിതൻ എന്ന് വെച്ചാൽ ബന്ധുക്കൂട്ടം, ബന്ധുതതിതൻ നിരർത്ഥാശ്രു വർഷവും ഇടയ്ക്കിടെ. അപ്പോൾ ഞാൻ പതിഗേഹത്തെ പൂകാൻ യാത്രയാവുകയാണ്. വിവാഹവേളയിൽ എന്ന പോലെ, വിവാഹവേളയിൽ വധുവിനെ യാത്രയയക്കുമ്പോൾ ബന്ധുക്കൾ കരയുന്നത് പോലെ ആണ് ഇവിടെയും ബന്ധുജനത്തിൻ്റെ കരച്ചിൽ. തിരിച്ചു വരാത്തൊരു യാത്ര. കുടിവെച്ചതിന് ശേഷം ജന്മഗേഹത്തെ കാണാൻ ഇടയാർക്കുമേകുന്നീൽ ഉഗ്രശാസനനെന്നോ. എൻ്റെ പതി അല്ലെങ്കിൽ എൻ്റെ ഈ ഭർത്താവ്, മരണം എന്ന് പറയുന്ന ഈ ഭർത്താവ്, ഈ വരൻ എന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ കുടിവെച്ചതിന് ശേഷം തിരിച്ചൊരു പോക്ക് എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഉഗ്രശാസനനാണ് എൻ്റെ പതി. തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും പറ്റില്ല.
കുടിവെച്ചതിന് ശേഷം ജന്മഗേഹത്തെ കാണാൻ ഇടയാർക്കുമേകുന്നീൽ ഉഗ്രശാസനനെന്നോ. ആർക്കും അങ്ങനൊരു ഒരു അനുവാദം കൊടുത്തിട്ടില്ല. പലരെ പാണിഗ്രഹണം ചെയ്തിട്ടുണ്ട് എൻ്റെ ഭർത്താവ്. പക്ഷേ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോകാൻ ഒരനുവാദമില്ല. തിരിച്ചവിടെ നിന്നാഗമിക്കുന്നില്ല ആരും ഓതിടാൻ അന്തഃപുരം നാഗമോ നരകമോ. ആ അന്തഃപുരം എങ്ങനെയാണ്, സ്വർഗമാണോ നരകമാണോ എന്നൊന്ന് പറഞ്ഞു തരാൻ അവിടെ ചെന്നവരാരും ഒന്നും തിരിച്ചു വരുന്നില്ലല്ലോ, അറിയില്ലല്ലോ എങ്ങനെയാണ് പതിഗേഹത്തിൻ്റെ അവസ്ഥയെന്ന്. മാമക ഹൃദന്തത്തിൽ മാറ്റൊലിക്കൊണ്ടിടുന്നുണ്ടാമന്തം സമീപിക്കും പതിതൻ പദന്യാസം. എൻ്റെ ഹൃദയത്തിൽ അറിയാം അദ്ദേഹത്തിൻ്റെ പദന്യാസം, അദ്ദേഹത്തിൻ്റെ പാദപതന ശബ്ദം, അദ്ദേഹം നടന്നെടുക്കുന്നതിൻ്റെ ശബ്ദം എൻ്റെ ഹൃദയമിടിപ്പുകൾ കൊണ്ട് എനിക്ക് അറിയാൻ കഴിയും. കാൽ വിനാഴിക കൂടി ഞാൻ പിറന്നൊരീ വീട്ടിൽ മേവിടാൻ കഴിഞ്ഞെങ്കിൽ ഇത്ര വേഗമോ യാത്ര. ഒരല്പനേരം കൂടെ ഈ ജീവിതം തുടരാൻ കഴിഞ്ഞെങ്കിൽ ഇത്ര പെട്ടെന്ന് എൻ്റെ വിവാഹം കഴിയണമായിരുന്നോ, എന്നുവെച്ചാൽ മരണത്തിലേക്ക് ഞാൻ പോകണമായിരുന്നോ. മേനിമേ വിറക്കില്ല, ചുണ്ടിണ ചലിക്കില്ല, ഗ്ലാനി വന്നുദിക്കില്ല, വിളറിപ്പോകില്ലാസ്യം. സമയം വരുന്നേരം സർവശക്തമാം ആ കയ്യിൽ മമ ജീവിതം ക്ഷുദ്രം സസ്മിതം സമർപ്പിക്കും. ഒരു വിറയലും കൂടാതെ, എൻ്റെ ചുണ്ടൊന്ന് ചലിക്കുക പോലുമില്ല, ഒരെതിർവാക്കും പറയില്ല ഞാൻ. ആ മുഹൂർത്തത്തിൽ എൻ്റെ ജീവിതം എൻ്റെ പതിയുടെ കയ്യിൽ ഞാൻ സസ്മിതം സമർപ്പിക്കും. സന്തോഷത്തോടെ മരണം വരിക്കുമെന്നർത്ഥം. സ്നേഹപൂർണയാം എന്നെ നോക്കി വീർപ്പിടും ജന്മഗേഹമേ പൊങ്ങുന്നില്ല യാത്ര ചോദിപ്പാൻ ശബ്ദം. എനിക്ക് എൻ്റെ ജന്മഗ്രഹത്തോട് യാത്ര ചോദിക്കാൻ പോലും ശബ്ദമുയരുന്നില്ല. ഇന്നു നിൻ സൗന്ദര്യത്തെ പൂർണ്ണമായി ഞാൻ കാണുന്നിതിന്നു നിൻ പ്രേമം മൂലം മന്മനം പിളരുന്നു. ജീവിതം അവസാനിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തോട് കൂടുതൽ പ്രണയം തോന്നുന്നത്, പ്രേമം തോന്നുന്നത്. ഇന്നാണ് ഈ ലോക ജീവിതത്തിൻ്റെ സൗന്ദര്യം ഞാൻ ഏറ്റവും മനസ്സിലാക്കുന്നത്. കാരണം യാത്ര ചോദിക്കുകയാണല്ലോ. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയില്ല. ആ വരികളൊന്ന് നോട്ട് ചെയ്തോണം, ചിലപ്പോൾ അനോട്ടേഷൻ ചോദിക്കും. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയില്ല. വിരഹത്തിൻ്റെ വേളയിലാണ് നമുക്ക് സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നത്. കണ്ണ് ഉള്ളപ്പോൾ കാഴ്ചയുടെ സൗന്ദര്യം അറിയില്ല, കണ്ണില്ലാതെ വരുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ട് കാണും. വിരഹം വരുമ്പോഴാണ്, അകലേണ്ടി വരുമ്പോഴാണ് അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തെപ്പറ്റി, ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളെപ്പറ്റി, ജീവിത സൗഭാഗ്യങ്ങളെപ്പറ്റി, സന്തോഷത്തെപ്പറ്റി വേദനയോടെ നഷ്ടബോധത്തോടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ യാത്രയാവുകയാണ്. ഈ ലോക ജീവിതത്തെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയില്ല. പ്രേമത്തിൻ തിളക്കം കണ്ടതു ചെന്നെടുക്കായ്വിൻ ഭീമമാം ഖഡ്ഗത്തേക്കാൾ മൂർച്ചയേറിയതത്രേ. അപ്പോൾ ഈ വരാൻ പോകുന്ന ഈ ജീവിതം, വിവാഹ ജീവിതം, അത് നല്ലതാണ് എന്ന് കരുതി ഓടിച്ചെന്ന് അതിലേക്കങ്ങ് വീഴണ്ട. അത് ചിലപ്പോൾ ഖഡ്ഗത്തേക്കാൾ മൂർച്ചയേറിയതാവും. കാരണം ഇവിടെ മരണമാണ് ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഉദ്രസം നിഴലുകൾ അന്യോന്യം പുൽകി പുൽകി നിദ്ര ചെയ്തിടും പച്ച പട്ടാർന്ന നിൻ തോട്ടത്തിൽ താവും ഔത്സുക്യത്തോടെ നാളെയും പുലർച്ചയ്ക്ക് പൂവുകൾ ജലാർദ്രമാം കൺതുറന്നയ്യോ നോക്കും. ഞാൻ അങ്ങ് പോയാലും ഇവിടെ ജീവിതം വീണ്ടും പൊട്ടിമുളയ്ക്കും. ഈ പൂന്തോട്ടത്തിൽ പൂവുകൾ കൺതുറന്നു നോക്കും. അത്ര വന്നിരിക്കാറുണ്ടവയായി സംസാരിപ്പാൻ എത്രയും മെലിഞ്ഞു നീണ്ടുള്ളൊരു രൂപം സൗമ്യം. അടലാലവ പറഞ്ഞിടും അന്യോന്യം നോക്കി നിഴലായിരുന്നെന്നോ സ്നേഹധാരമാ രൂപം. നാളെ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ തോട്ടത്തിൽ വന്നിരിക്കുമ്പോൾ നാളെ ഞാനില്ലല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞു. എൻ്റെ പതിയുടെ കൂടെ പതിഗേഹത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞു. അത് മരണമാണ്. അതോടെ ഞാൻ വിസ്മൃതിയിലേക്കാണ് പോകുന്നത്. ഇതുവരെ ജീവിച്ചിരുന്ന ഞാൻ അതൊരു ഓർമ്മയായിരുന്നെന്നോ അത് വെറും നിഴലായിരുന്നെന്നോ ഒക്കെ
എൻ്റെ പ്രിയപ്പെട്ട ഒരാളോട്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളോട് നാളെ ഈ തോട്ടത്തിൽ വന്നിരിക്കുമ്പോൾ ഈ പൂവുകൾ നിശബ്ദം ചോദിക്കും. മാഞ്ഞങ്ങ് പോവുകയാണ് ജീവിതം. അത് ഓർമ്മക്കേടിലേക്ക് പോവുകയാണ്, മറവിയിലേക്ക് പോവുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ ഒരു മറവിയാണ്. നമ്മൾ വിസ്മൃതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഉള്ള ഒരു പോക്കിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇവിടെ കവിയുടെ ജീവിതം. എൻ്റെ വേളി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മരണമാണ്. മൃത്യുബോധമാണ് ഈ കവിതയിൽ അടിമുടി നിറഞ്ഞു നിൽക്കുന്നതെന്ന് കവിത ഇനി ഒന്നുകൂടെ നിങ്ങൾ ഇരുന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. വേറെ യാതൊരു ആശയവുമല്ല, മൃത്യുബോധം മാത്രമാണ്. മരണത്തിൻ്റെ തണുത്ത സ്പർശം നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ എൻ്റെ വേളി എന്ന് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.